இந்த வெற்று விளம்பர மாடல் திமுக சர்க்கார் இப்ப சாரிமா மாடல் சர்க்காரா மாறிடுச்சு. அஜித்குமார் அவர்கள் குடும்பத்துக்கு நீங்க கொடுத்த நிவாரணம் மாதிரி இந்த 24 பேர் குடும்பத்துக்கும் நீங்க நிவாரணம் கொடுத்தீங்களா? எல்லாத்துக்கும் நீதிமன்றம் தலையிட்டு கேள்வி கேட்கணும்னா அப்புறம் நீங்க எதுக்குங்க சார்? நீங்க உட்கார்ந்து இருக்கிற அந்த சிஎம் பதவி எதுக்குங்க சார்? ശിവഗംഗ കസ്റ്റഡി കൊലപാതക കേസിൽ സ്റ്റാലിനെതിരെ വിജയ്. മധുപുരം ക്ഷേത്രത്തിലെ സുരക്ഷാ ജീവനക്കാരനായിരുന്ന അജിത് കുമാർ എന്നയാൾ കഴിഞ്ഞ മാസം ശിവഗംഗയിൽ പോലീസ് കസ്റ്റഡിയിൽ മരിച്ച സംഭവം തമിഴ്നാട്ടിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് അജിത് കുമാറിന് നീതി തേടിയുള്ള പ്രതിഷേധവുമായി ടിവിക്ക് രംഗത്തെത്തിയിരിക്കുന്നത്. കറുത്ത വസ്ത്രം ധരിച്ച് പ്ലക്കാർഡുമേന്തിയാണ് വിജയ് പരിപാടിക്കെത്തിയത്. പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള അജിത് കുമാറിന് എന്തു പിന്തുണയാണ് സർക്കാർ നൽകിയതെന്ന് വിജയ് ചോദിച്ചു. ആ ക്രൂരതയിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മാപ്പു പറഞ്ഞിരുന്നു. അതിൽ തെറ്റില്ല. സ്റ്റാലിൻ സർക്കാരിന്റെ ഭരണകാലത്ത് പോലീസ് ചോദ്യം ചെയ്യലിൽ ഇതുവരെ 24 പേർ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് വിജയ് പറയുന്നത്. ആ 24 പേരുടെ കുടുംബങ്ങളോടും മുഖ്യമന്ത്രി മാപ്പ് പറഞ്ഞിരുന്നു എന്നും വിജയ് ചോദിച്ചു. ദയവ് ചെയ്ത് മാപ്പ് പറയൂ. അജിത് കുമാറിന്റെ കുടുംബത്തിന് നൽകിയതുപോലൊരു നഷ്ടപരിഹാരം ആ 24 പേരുടെ കുടുംബങ്ങൾക്കും നൽകൂ, വിജയ് കൂട്ടിച്ചേർത്തു. മുൻപ് സാത്തൻകുളം കസ്റ്റഡി പീഡന കേസ് CBIക്ക് കൈമാറിയപ്പോൾ അത് തമിഴ്നാട് പോലീസിന് നാണക്കേടാണെന്നാണ് സ്റ്റാലിൻ പറഞ്ഞത്. ഇന്ന് നിങ്ങൾ ഉത്തരവിട്ടതും അതിന് തന്നെയല്ലേ? BJPയുടെയും RSSന്റെയും കയ്യിലെ പാവകളാണെന്ന് CBI. എന്തുകൊണ്ടാണ് അവിടെ പോയി ഒളിച്ചിരിക്കുന്നതെന്നും വിജയ് ചോദിച്ചു. 2026 സംസ്ഥാനം നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ DMKക്ക് പോന്ന എതിരാളിയാകാനുള്ള നീക്കമാണ് TVK നടത്തുന്നത്. വാഗമൺ സ്പൈസസ്. വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.